നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാർ വൻ ജനകീയ പ്രഖ്യാപനങ്ങളുമായി ബഡ്ജറ്റിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെൻഷൻ വർധനവ്, പുതിയ പെൻഷൻ പദ്ധതി, ശമ്പള പരിഷ്കരണം, സാമൂഹിക ക്ഷേമ സഹായങ്ങൾ ഇതെല്ലാം ചേർന്നാൽ ഇതൊരു സാധാരണ ബഡ്ജറ്റല്ല, ഒരു രാഷ്ട്രീയ ബഡ്ജറ്റ് കൂടിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പും സർക്കാരിന് ലഭിച്ച സന്ദേശവും വ്യക്തമായ ഒരു സന്ദേശം ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. പല പ്രദേശങ്ങളിലും സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരം പ്രകടമായി. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പെൻഷൻ വൈകൽ, ശമ്പള കുടിശ്ശിക, വികസന മന്ദഗതി ഇതൊക്കെയാണ് വോട്ടർമാർ തുറന്നു പറഞ്ഞ പ്രധാന പരാതികൾ. ഇതിനുള്ള മറുപടിയായാണ് ഇപ്പോൾ സർക്കാർ ബഡ്ജറ്റിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. ഒക്ടോബറിലെ ക്ഷേമ പെൻഷൻ വർധനവ്, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പേ ഒക്ടോബർ മാസത്തിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. 1600 രൂപയായിരുന്ന പെൻഷൻ 400 രൂപ കൂട്ടി 2000 രൂപയാക്കി. ഇതിനായി സർക്കാർ മാറ്റിവെച്ചത് 13,000 കോടി രൂപയാണ്. ഇത് തന്നെ സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് കാരണമായി. എന്നാൽ രാഷ്ട്രീയമായി നോക്കിയാൽ ഇത് സർക്കാരിന് ഒരു ജനകീയ നീക്കമായി മാറി. പെൻഷൻ മാത്രമല്ല, പെൻഷൻ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾ, ട്രാൻസ് വുമൺ അടക്കമുള്ളവർ എന്നിവർക്കും സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. ഇത് സാമൂഹിക നീതിയുടെ ഒരു പ്രധാന സന്ദേശമായിരുന്നു. ആർക്കും അവഗണനയില്ല എന്ന സർക്കാർ നിലപാട് ഇവിടെ വ്യക്തമാക്കി. ആശാ വർക്കർമാരും സർക്കാർ ജീവനക്കാരും തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റൊരു പ്രധാന പ്രഖ്യാപനം കൂടി ഉണ്ടായി. ആശാ വർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ ഒരു ഗഡു അനുവദിച്ചു. വർഷങ്ങളായി ആശാ വർക്കർമാർ നടത്തുന്ന സമരങ്ങൾ സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. അതിനൊരു താൽക്കാലിക ശമനമായിരുന്നു ഈ പ്രഖ്യാപനങ്ങൾ. ഇനി വരുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഇപ്പോൾ ജനുവരി 3-ാം വാരത്തിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. സമ്പൂർണ്ണ ബഡ്ജറ്റിലാണ് എല്ലാവരും കണ്ണുവച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്നത് ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കാൻ, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പദ്ധതി, ശമ്പള പരിഷ്കരണം പ്രഖ്യാപനം, കൂടുതൽ ജനകീയ ആനുകൂല്യങ്ങൾ. ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്യോഗസ്ഥരോടും സാമ്പത്തിക വിദഗ്ധരോടും വ്യവസായ പ്രമുഖരോടും ആശയവിനിമയം നടത്തിയതാണ് റിപ്പോർട്ടിന് പിന്നാലെ എത്തിയത്. ഇവിടെ ചില പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള സംസ്ഥാനത്തിന് ഇത്രയും പ്രഖ്യാപനങ്ങൾ സാധ്യമോ? കടബാധ്യത കൂടി വർദ്ധിക്കുമോ? ഇത് ദീർഘകാല പരിഹാരമാണോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മുന്നിലെ തന്ത്രമാണോ? ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കണമെന്നതിൽ സംശയമില്ല. പക്ഷേ അതിനൊപ്പം സാമ്പത്തിക സ്ഥിരതയും അത്യാവശ്യമാണ്. അവസാനമായി ഒന്ന് പറയാം, ഈ ബഡ്ജറ്റ് കേരളത്തിന്റെ സാമ്പത്തിക ദിശ നിർണ്ണയിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കും. ജനങ്ങൾക്ക് ആശ്വാസം നൽകുമോ, അല്ലെങ്കിൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനുള്ള ഒരു നീക്കമാണോ? അതിന് ഉത്തരം അറിയാൻ നമ്മൾ ബഡ്ജറ്റ് ദിനം വരെ കാത്തിരിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ജനകീയ ബഡ്ജറ്റാണോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ? കമന്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.